അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിജയിക്കണമെന്ന് നമുക്കൊക്കെ അറിയാം. ഏതൊരു കാര്യമാണെങ്കിലും അതിലൊക്കെ വിജയിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. പരീക്ഷകളാവട്ടെ, മറ്റു പരീക്ഷണങ്ങളാവട്ടെ, ബിസിനസ് പരമായ വിഷയങ്ങളാവട്ടെ, ഇനി ജീവിതത്തിൽ തന്നെയാവട്ടെ, വിജയിക്കണം എന്ന് നമുക്കറിയാം. വിജയിക്കാനുള്ളൊരു മന്ത്രം പറയട്ടെ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടന്ന ബെൽ ഐക്കണിൽ ഒന്ന് ഓൾ എന്നത് അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മുഴുവൻ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 99 പേരുകളെയാണല്ലോ അസ്മാഉൽ ഹുസ്ന എന്ന് നമ്മൾ പറയാറുള്ളത്. ഈ അസ്മാഉൽ ഹുസ്നയുടെ 96ാമത്തെ ഒരു ഇസ്മുണ്ട്. ഈ ഇസ്മ നമ്മൾ ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ നമുക്ക് വിജയിക്കും. ഇപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾക്ക് അവർക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ജീവിതത്തിൽ പകർത്തിയാൽ നല്ല വിജയം ഉണ്ടാവും. ഏതൊരു ബിസിനസ് രംഗമാവട്ടെ, ഏതൊരു തൊഴിലാവട്ടെ, എന്തൊരു കാര്യങ്ങളാവട്ടെ, വിജയിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലിയാൽ തീർച്ചയായും അല്ലാഹു തആല നമുക്ക് വിജയം നൽകുന്ന ഒരു ഇസ്മാണ്. ഏതാണ് ഇസ്മ എന്നറിയോ? ബാഖി എന്നുള്ളതാണ് ഇസ്മ. ബാഖി, യാ ബാഖി യാ അല്ലാഹ്, യാ ബാഖി യാ അല്ലാഹ് എന്നാണ് നമ്മൾ ചൊല്ലേണ്ടത്. എല്ലാ ദിവസവും ചൊല്ലണം, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലണം. 5 വഖത്ത് നിസ്കാരങ്ങളും നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് നാം ചൊല്ലേണ്ടത്. ഇനി നിസ്കരിക്കാൻ പറ്റാത്ത ചില സമയത്ത്, സഹോദരിമാർക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് നിസ്കാര സമയം ആയതിനു ശേഷം അവർ ചൊല്ലിയാൽ മതി. നിസ്കരിക്കണമെന്നില്ല. നിസ്കരിക്കൽ ആ സമയത്ത് ഹറാമാണല്ലോ, നിസ്കാരം നിഷിദ്ധമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ നിസ്കരിക്കേണ്ട. പക്ഷെ നിസ്കാര സമയം ആയതിനു ശേഷമാണ് അവർ ഈ ഇസ്മ ചൊല്ലേണ്ടത്. ഇനി നിസ്കരിക്കൽ നിർബന്ധമുള്ള ആളുകൾ നിസ്കരിച്ചതിന് ശേഷം മാത്രമേ ഇത് ചൊല്ലാവൂ. നിസ്കാരം കഴിഞ്ഞ് അതേ ഇരിപ്പിലിരുന്ന് ചൊല്ലാൻ പറ്റുമ്പോൾ ഏറ്റവും നല്ലത് അങ്ങനെയാണ്. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ചൊല്ലണം യാ ബാഖി യാ അല്ലാഹ്, യാ ബാഖി യാ അല്ലാഹ് എന്ന് വളരെ വ്യക്തമായിട്ട് 113 പ്രാവശ്യം ചൊല്ലണം. 113 പ്രാവശ്യം. എന്നിട്ട് അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞിട്ട് റബ്ബിനോട് അങ്ങ് ദുആ ചെയ്യുക. പടച്ചോനെ, ഞാൻ മുന്നിട്ട് നിൽക്കുന്ന ഈ ഒരു വിഷയം, എന്തൊരു വിഷയമാവട്ടെ, ആ വിഷയം മനസ്സിൽ കരുതിയിട്ട് പറയാം, പടച്ചോനെ, ഈ കാര്യത്തിൽ എനിക്ക് നീ വിജയം നൽകണേ അല്ലാഹ്, ഈ വിഷയത്തിൽ എനിക്ക് നീ വിജയം നൽകണേ അല്ലാഹ്, എന്നെ വിജയിപ്പിക്കണേ അല്ലാഹ്, ജീവിതത്തിൽ വിജയിപ്പിക്കണേ അല്ലാഹ്, അല്ലെങ്കിൽ പരീക്ഷകളിൽ വിജയിപ്പിക്കണേ അല്ലാഹ്. ഇങ്ങനെ തുടങ്ങി നമ്മുടെ ഉദ്ദേശം മനസ്സിൽ വെച്ച് നല്ലപോലെ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. 5 വഖത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം 113 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞിട്ട് റബ്ബിനോട് ദുആ ചെയ്തോ തീർച്ചയായിട്ടും ഫലം ലഭിക്കും. തീർച്ചയായും നമുക്ക് വിജയം ലഭിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്തോടെ നമുക്ക് വിജയം നൽകുമാറാവട്ടെ. ആമീൻ.